നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ആലപ്പുഴ സെന്ററിൽ നിന്നൊരു വിജയകഥയുണ്ട് ഇന്ന്. ആലപ്പുഴ കുതിരപ്പന്തി വെളിയിൽ വീട്ടിൽ രാജേഷിന്റേതാണ് വെളിച്ചമേറെയുള്ള ഈ ജീവിതകഥ. 41-കാരനായ രാജേഷ് സ്ട്രോക്ക് ബാധിച്ചതിനെ തുടർന്ന് ശരീരത്തിന്റെ വലതുഭാഗം തളരുകയായിരുന്നു. മേസ്തിരിപ്പണിക്കാരനായ രാജേഷിന് 2.5 വർഷം മുമ്പായിരുന്നു സ്ട്രോക്ക് വന്നത്. നടക്കാൻ കഴിയുമായിരുന്നെങ്കിലും കൈയുടെ പ്രവർത്തനം തീരെയില്ലായിരുന്നു. സ്വന്തമായി ഭക്ഷണം കഴിക്കാനോ വസ്ത്രം ധരിക്കാനോ പറ്റാത്ത അവസ്ഥ. 2 ചെറിയ കുട്ടികളുള്ള രാജേഷ് ജീവിതത്തിൽ നിസ്സഹായത വന്നു നിറയുന്നത് അറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. തുടർന്ന് ആലപ്പുഴ പഴവീടുള്ള ആൽഫയെക്കുറിച്ചറിഞ്ഞ് ഫിസിയോതെറാപ്പി പരിചരണത്തിനെത്തുമ്പോൾ സ്ട്രോക്ക് വന്ന് 5 മാസം പിന്നിട്ടിരുന്നു. സെന്ററിലെത്തി ഫിസിയോതെറാപ്പിസ്റ്റ് ലാക്സി വിൻസെന്റിന്റെ പരിചരണത്തിൽ രാജേഷിന് പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. സ്ഥിരമായി സെന്ററിലെത്തി ഫിസിയോതെറാപ്പി ചെയ്തതോടെ പതുക്കെയാണെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ വന്നു. സ്വന്തമായി ഭക്ഷണം കഴിക്കാനും മറ്റു ചെറിയ ജോലികൾ ചെയ്യാനും കഴിയാമെന്നായി. 4 മാസം മുൻപാണ് രാജേഷ് ഡ്രൈവിംഗ് പഠിക്കാൻ ആരംഭിച്ചത്. ലൈസൻസ് ലഭിച്ചതോടെ ഒരാഴ്ച മുൻപ് സ്വന്തമായി ഒരു ഓട്ടോ വാങ്ങി അതോടിച്ച് കുടുംബം പുലർത്താനും കഴിയുന്നതിന്റെ ആവേശത്തിലാണ് രാജേഷ് ഇപ്പോൾ. ഷാജി ജമാൽ, തോമസ് ജോർജ്, രാമചന്ദ്രൻ, ആൻസി ബെഞ്ചമിൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്ന ആൽഫ ആലപ്പുഴ സെന്ററിന്റെ പിന്തുണ രാജേഷും കുടുംബവും നന്ദിപൂർവ്വം ഓർക്കുന്നു. ആൽഫ എടമുട്ടം ഹോസ്പിസിൽ ചെയർമാൻ KM നൂറുദ്ദീന്റെ അധ്യക്ഷതയിൽ ഇന്ന് വിവിധ വകുപ്പുകളുടെ മേൽനോട്ടം വഹിക്കുന്നവരുടെ യോഗം ചേർന്നു. ഓരോ വിഭാഗത്തിന്റെയും പ്രവർത്തനം വിലയിരുത്തിയ യോഗത്തിൽ പുതിയ ആൽഫ ഹോസ്പിസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതിയും ചർച്ച ചെയ്തു. മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഹോസ്പിസ് അഡ്മിനിസ്ട്രേഷൻ ഹെഡ് സന്ധ്യ സുജിത്, അക്കൗണ്ട്സ് മാനേജർ ജലജ, PRO താഹിറ മുജീബ്, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൻ, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോ, സീനിയർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ ഫാബിൻ ബേബി, ദിവ്യ, സിസ്റ്റർ ബേബി രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ കൊല്ലം സെന്റർ ECS ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി സെക്രട്ടറി ബിന്ദു സാജൻ, പബ്ലിക് റിലേഷൻ ഓഫീസർ ഷിബു റാവുത്തർ എന്നിവർ ആദ്യ ECS എടുക്കുകയും വോളണ്ടിയർ മെമ്പർഷിപ്പ് കാർഡ് ഏറ്റുവാങ്ങുകയും ചെയ്തു. ചടങ്ങിൽ ആൽഫ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ഐശ്വര്യ ജയ എന്നിവരും ECS ഫോമുകൾ ഏറ്റുവാങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ധനസമാഹരണം ലക്ഷ്യമിട്ട് ECS ക്യാമ്പയിൻ വിപുലപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.